Hi all, welcome to XandY Learning. മക്കളെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു സമ്മർ വെക്കേഷനിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഒരുപാട് ഫ്രീ ടൈം സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് ലഭിക്കും. അതിന് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ സ്കില്ലുകളെയും നമ്മൾ പഠിച്ച കാര്യങ്ങളെയും ഇനി ഫ്യൂച്ചറിൽ പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്യും, ഈ ഒരു വെക്കേഷൻ ടൈം നമ്മൾ യൂസ്ഫുൾ ആക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ഓൺലൈൻ റിസോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ കെമിസ്ട്രി നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് റിയാക്ഷൻസും എക്സ്പെരിമെൻറ്റുകളൊക്കെ നമ്മൾ സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് റിയാലിറ്റിയിൽ ചെയ്യാൻ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപക്ഷെ ലാബിൽ ആ കെമിക്കൽസ് കിട്ടിക്കൊള്ളണമെന്നില്ല, സമയം ഒരു പരിമിതിയാണ്. പക്ഷെ നമുക്ക് ഓൺലൈൻ സിമുലേഷൻസുകളിലൂടെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്ത് നോക്കിക്കൊണ്ട് നമ്മുടെ എക്സ്പെരിമെൻറ്റുകളും നമ്മുടെ ഐഡിയകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് മനസ്സിലാക്കാൻ, ആ കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്യാൻ നമുക്ക് സഹായകമാകും. അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സിമുലേഷൻസിനുള്ള ഒരു ഓപ്ഷനാണ് PhET എന്ന് പറയുന്നത്. PhET, PhET. നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ എന്ത് ചെയ്യുക, PhET എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സിമുലേഷൻസ് നമുക്ക് ചെയ്ത് നോക്കിക്കൊണ്ട് നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് നോക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഒരു മോളിക്യൂൾസിനെ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ആയിട്ട് പുതിയ പല മോളിക്യൂൾസിനെയും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സിമുലേഷനായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ എന്ത് ചെയ്യുക, PhET എന്ന് ടൈപ്പ് ചെയ്യുക, അതിൽ കെമിസ്ട്രി ഓപ്ഷൻ എടുക്കുക. അതിൽ ഒരുപാട് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള സിമുലേഷൻ ഉണ്ടാവും. അതിൽ ബിൽഡ് എ മോളിക്യൂൾ എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇനി പറയുന്ന രൂപത്തിൽ ഉള്ള ഒരു വിൻഡോ എന്ത് ചെയ്യും, അവിടെ തുറന്നു വരും. ബാക്കി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു തരാം. ഇതേപോലെയുള്ള ഒരു വിൻഡോ ആണ് എന്ത് ചെയ്യുക, അവിടെ തുറന്നു വരിക. ഓക്കെ, അപ്പോൾ അതിൽ സിംഗിൾ, മൾട്ടിപ്പിൾ, പ്ലേ ഗ്രൗണ്ട് ഇതൊക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ കുറച്ച് മോളിക്യൂൾസ്, ചില തന്മാത്രകളെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ ഞാൻ ഇതിൽ സിംഗിൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ഇത് അവിടെ 2 ബോക്സുകളുണ്ട്. അതിൽ ഹൈഡ്രജൻ, ഓക്സിജൻ ആറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ എൻ്റെ ടാർഗറ്റ് ആയിട്ടുള്ള ഒരുപാട് മോളിക്യൂൾസുകളെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ മോളിക്യൂൾ ഉണ്ടാക്കാൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഞാൻ വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, വാട്ടർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം 2 ഹൈഡ്രജൻ വേണം. അപ്പോൾ ഞാൻ നേരെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഓക്സിജൻ ആറ്റത്തെ വെച്ചാൽ മതിയോ? അതങ്ങനെയല്ല. കാരണം 2 ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ അത് ഹൈഡ്രജൻ മോളിക്യൂൾ ആവുള്ളൂ. ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് മോളിക്യുലാർ ഹൈഡ്രജൻ. എനിക്ക് വേണമെങ്കിൽ ഹൈഡ്രജൻ്റെ 3D സ്ട്രക്ചർ, അവിടെ 3D എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ദിസ് ഈസ് എ ഹൈഡ്രജൻ മോളിക്യൂൾ. അതിന് എങ്ങനെ വേണമെങ്കിലും എനിക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഈ പറഞ്ഞ 360 ഡിഗ്രിയിൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ദിസ് ഈസ് എ ഹൈഡ്രജൻ മോളിക്യൂൾ. ഓക്കെ, പക്ഷേ എനിക്ക് ഹൈഡ്രജൻ മോളിക്യൂൾ അല്ല ഉണ്ടാക്കുന്നത്, വാട്ടറാണ്. ഓക്കെ, അപ്പോൾ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. 2 ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്, ഓക്സിജൻ ആറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞു. വാട്ടർ H2O മോളിക്യൂൾ, അതിൻ്റെ 3D സ്ട്രക്ചർ എനിക്ക് ഇവിടെ കറക്റ്റ് കാണാൻ HOH. ഓക്കെ, ഈ റെഡ് കളറിൽ കാണുന്നത് ഓക്സിജൻ, 2 ഹൈഡ്രജൻ. ഇങ്ങനെയാണ് വാട്ടർ. കണ്ടോ, നമ്മൾ പഠിച്ച ഒരു സംഗതിയെ എന്താണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആ സ്ട്രക്ചർ എന്നുള്ളത് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കിവിടെ കാണാൻ സാധിക്കും. ആ H2O എന്ത് ചെയ്യാം, എനിക്ക് വേണമെങ്കിൽ വെള്ളം, അപ്പോൾ H2O കിട്ടി. ഇതേപോലെ എനിക്ക് ഇനി ഓക്സിജൻ ഉണ്ടാക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇപ്പം എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ ആറ്റംസ് ഒക്കെ ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഫില്ല് ചെയ്യണമെന്ന് ഇതാ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ കിട്ടി. ഇനി അതല്ല കാർബൺ, നൈട്രജൻ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് നമുക്ക് ആറ്റംസ് വെച്ചുകൊണ്ട് മോളിക്യൂൾസിനെ അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. ഇനി ഇതിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ എടുത്തെങ്കിലോ, മൾട്ടിപ്പിൾ കണ്ടോ, വലിയ വലിയ ഒരുപാട് മോളിക്യൂൾസിനെ ഉണ്ടാക്കാണ്ട്, ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് മോളിക്യൂൾസ് ഉണ്ടാക്കാണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഞാൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം എന്ത് ചെയ്തു, ആദ്യം കാർബൺ എടുത്തു, എന്ത് ചെയ്തു, ഒരു ഓക്സിജൻ എടുത്തു. അപ്പോൾ കണ്ടോ കറക്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കാർബൺ മോണോക്സൈഡ്. നമുക്ക് ഉണ്ടാക്കാനുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ് നമുക്കറിയാം CO. ഓക്കെ, ഒരു ഓക്സൈഡ് കൊടുക്കണം. ആ ഓക്സിജൻ എവിടെയാണ്, ഇവിടെയാണ് വരേണ്ടത്? അല്ല, നേരെ മറിച്ച് കാർബണിൻ്റെ അപ്പുറത്താണ് വരേണ്ടത്. OCO, അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതിന് 3D സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഡബിൾ ബോണ്ട് കാർബൺ ആറ്റം നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. ഇത് സെൻട്രലിലുള്ള കാർബൺ ആറ്റം ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്കും അപ്പുറത്തേക്ക് ഡബിൾ ബോണ്ട് ഓക്സിജനിലേക്കുമാണ്. അങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനിയോ ഇതിലെ പ്ലേ ഗ്രൗണ്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല മോളിക്യൂൾസിനെയും നമ്മുടെ ഭാവനക്കനുസരിച്ച് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയില്ല എന്ന് വിചാരിച്ചോളി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
നോക്കുകയാണെങ്കിൽ HNO3 നൈട്രിക് ആസിഡ് നമ്മൾ വിചാരിക്കൽ എന്താ അല്ലേ, ഒരു ഹൈഡ്രജൻ, അതിൽ ഒരുപാടുണ്ട്, ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, നൈട്രജൻ, ക്ലോറിൻ, ഇഷ്ടമുള്ള വെച്ച് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. HNO3 ഉണ്ടാക്കാൻ നമുക്കറിയാം, ഒരു ഹൈഡ്രജൻ എടുത്തു, ദെൻ നൈട്രജൻ വേണം, ഒരു നൈട്രജൻ എടുത്തു, പിന്നെ 3 ഓക്സിജൻ വേണം. ഞാൻ അവിടെ 3 ഓക്സിജൻ എടുക്കുകയാണെ, ഒരു ഓക്സിജൻ ഇവിടെ. അപ്പോൾ അതിൻ്റെ പേര് ഇതാ നൈട്രോസൈൽ ഹൈഡ്രേറ്റ്, അങ്ങനെ ഒരു മോളിക്യൂൾ ഉണ്ടായത് നമുക്ക് പരിചയമില്ല. നമ്മൾ നൈട്രിക് ആസിഡ് ഉണ്ടാക്കാൻ പോകുന്നത്. അടുത്ത ഓക്സിജൻ ഇവിടെ, അടുത്ത ഓക്സിജൻ ഇവിടെ. ഇതാണ് നൈട്രിക് ആസിഡ് അല്ല, കാരണം ഇത് നൈട്രിക് ആസിഡ് ആയിരുന്നുവെങ്കിൽ കറക്റ്റ് അവിടെ പേര് എഴുതി കാണിക്കുമായിരുന്നു. ഇതേതോ ഇങ്ങനെ ഒരു മോളിക്യൂൾ എന്തല്ല അവിടെ ആക്ച്വലി എക്സിസ്റ്റ് അല്ല. അപ്പോൾ ഇതെല്ലാം എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ കറക്റ്റിംഗ് HNO3 ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ദാ ഹൈഡ്രജൻ ഒരുമിച്ച് വെച്ചു. ഇങ്ങനെയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തത്. ഓക്സിജൻ 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 ഇവിടെ വെച്ചു. അപ്പോൾ ഇതും നൈട്രിക് ആസിഡ് അല്ല എന്ന് എനിക്ക് വ്യക്തമായി, കാരണം എന്തേ അവിടെ എഴുതി കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കറക്റ്റ് നൈട്രിക് ആസിഡിൻ്റെ സ്ട്രക്ചർ എനിക്ക് എപ്പോഴും കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഇവിടെ, ഒരു ഓക്സിജൻ ഇവിടെ, എന്നിട്ട് ഒരു ഓക്സിജൻ ഇവിടെ. ആ ഓക്സിജൻ്റെ കൂടെയാണ് ആരുള്ളത്, ഈ പറഞ്ഞ ഹൈഡ്രജൻ ഉള്ളത് കേട്ടോ. ഇപ്പോഴാണ് നൈട്രിക് ആസിഡ് ആയത്. അപ്പോൾ NO ആ ഓക്സിജൻ്റെ കൂടെയാണ് ആരുള്ളത്, ഹൈഡ്രജൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി ഇതൊരു OH ആണ്, അപ്പുറത്ത് O ആണ്. ഇതിൻ്റെ 3D സ്ട്രക്ചർ നോക്കൂ നിങ്ങൾ, കണ്ടോ, ഇങ്ങനെയാണ് കറക്റ്റ് വരുന്നത്. ഒരു ഓക്സിജൻ ഡബിൾ ബോണ്ട്, ഒരു ഓക്സിജനോ സിംഗിൾ ബോണ്ട്. നൈട്രജന്റെ വാലൻസി നമുക്കറിയാം എത്രയാണ്, ഈ രൂപത്തിലാണ് വരിക അല്ലേ. ഇവിടെ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ദെൻ സിംഗിള്, ദെൻ H. അപ്പം ഈ രൂപത്തിലാണ് എന്ത് വരുന്നത്, HNO3 എന്ന് പറയുന്ന ആളെന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. റെഡി? അപ്പോൾ ആ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, മോളിക്യൂൾസിനെ അവിടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് മോളിക്യൂൾസ് ഇവിടെ ഉണ്ട്. ഇഷ്ടമുള്ള മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാം, H2SO4ഉം അതേപോലെ H3PO4 ഫോസ്ഫോറിക് ആസിഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സ്ട്രക്ചറുകൾ. കാരണം നമ്മൾ +1 +2 എത്തിയാൽ സ്ട്രക്ചറും അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ബോണ്ട് ആംഗിൾസും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഫ്യൂച്ചറിൽ. അതിനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവണം, അതിലുള്ള ആറ്റംസ് ആരാ നമുക്ക് ക്ലിയർ ആവണം. അപ്പോൾ ഈ രൂപത്തിൽ രസകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോളിക്യൂൾസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ സാധിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, ഈ ബിൽഡ് മോളിക്യൂൾ എന്നുള്ളതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം. അത് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ മോളിക്യൂൾസ് ആണ് നിങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളത് ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ളത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള മറ്റ് വീഡിയോസുമായിട്ട് എന്ത് ചെയ്യാം, മറ്റ് സിമുലേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്